പിന്നില്ലേ, പണ്ടൊക്കെ ഞാൻ വിചാരിച്ചേ നമ്മൾ കരയുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മുടെ കൂടെ വന്നിരുന്ന് കരയുന്ന, അല്ലെങ്കിൽ നമ്മുടെ വിഷമത്തിൽ നമ്മളെ സമാധാനിപ്പിക്കുന്ന അവരാണ് ദ റിയൽ പീപ്പിൾ എന്ന്. ബട്ട് പിന്നെ എനിക്ക് മനസ്സിലായി, ദേ ആർ നോട്ട്. നമുക്ക് സക്സസ് വരുമ്പോൾ, നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ, നമ്മൾ എന്തെങ്കിലും കാര്യം അച്ചീവ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന സെയിം ലെവൽ ഓഫ് ഹാപ്പിനെസ്, സെയിം ലെവൽ ഓഫ് പ്രൗഡ്, വിത്തൗട്ട് ജലസ്, വിത്തൗട്ട് ഹെയ്റ്റ് ഫീൽ ചെയ്യുന്ന ആൾക്കാർ ആരാണോ, ദേ ആർ ദ റിയൽ പീപ്പിൾ. എനിക്കറിയില്ല, മേ ബി നമ്മുടെ പാരൻസ് അങ്ങനെ ഫീൽ ചെയ്യുന്നവരുണ്ടാവായിരിക്കാം, മേ ബി നമ്മുടെ സിബ്ലിങ്സ്, വേറെ ആരെങ്കിലും അങ്ങനെ ഫീൽ ചെയ്യോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരാളുടെ തൊട്ട് താഴെ വന്ന് നിന്നാൽ പോലും അവർ ഹാപ്പി ആയിരിക്കും. ബട്ട് നമ്മൾ അവരുടെ സെയിം പൊസിഷനോ അല്ലെങ്കിൽ അവരെക്കാൾ ഒരു പൊടി നമ്മൾ മേലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത, അതിന് ജലസ് തോന്നുന്ന, അതിനോട് മോശം പറയുന്ന, ലൈക്ക് അത് സഹിക്കാത്ത ആൾക്കാരാണ് ഇന്ന് നമ്മുടെ ചുറ്റുമുള്ളത്. സോ ഐ ഡോണ്ട് നോ അത്രയും റിയൽ ആയിട്ടുള്ള പീപ്പിൾ നമ്മുടെ ലൈഫിൽ ഉണ്ടോന്ന്. ഇഫ് യു ഹാവ് സമൺ ലൈക്ക് ദ റിയൽ വൺസ്, ഐ വിൽ ടെൽ യു, യു ആർ ദ ലക്കിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. ഞാൻ റീസെന്റ് വായിച്ചൊരു കോട്ട് ഉണ്ട്. ദേ ആർ ദ റിയൽ സോൾസ് ഹൂ ഡോണ്ട് കോമ്പീറ്റ്, ദേ കംപ്ലീറ്റ്, ദ വൺസ് ഹൂ ഗ്ലോ വെൻ ഐ ഷൈൻ. ഞാൻ ശരിക്കും ചിന്തിച്ചു, എൻ്റെ അപ്പനമ്മയും എൻ്റെ അനിയത്തി അല്ലാതെ ആരെങ്കിലും അങ്ങനെ ഉണ്ടാവും എൻ്റെ ലൈഫിൽ? ഞാൻ സക്സസ് ആവുമ്പം എൻ്റെ സെയിം ലെവലിൽ പ്രൗഡ് ആവുന്ന, എൻ്റെ ഫാമിലി അല്ലാത്ത വേറെ ആരെങ്കിലും ഉണ്ടാവുമോ? ഐ ഡോണ്ട് നോ. ഇഫ് യു ഹാവ് ദ റിയൽ വൺസ്, പ്ലീസ് മെൻഷൻ ദം. താങ്ക് യു ഫോർ വാച്ചിങ് മീ.